കഥയെ ആരംഭിക്കുന്നത് കോഡി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവളെന്ന് വാഷിംഗ്ടൺ DC-യുടെ ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ തന്റെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. അങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ അവൾക്ക് ഒരു കോൾ വരികയാണ്. കോളിൽ വിളിച്ച വ്യക്തി അവൾക്ക് നേരിട്ട് പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അവളെ ഒരു വാർത്ത അറിയിച്ചു. അവളുടെ കൂടെ ജോലി നോക്കിയിരുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ മരണവാർത്ത അക്ഷരാർത്ഥത്തിൽ അവളെ ഞെട്ടിച്ചിരുന്നു. രണ്ടുപേർക്കും ഒരേ പ്രായമാണ്. ഒന്നിച്ചാണ് അവർ ജോലി നോക്കിക്കൊണ്ടിരുന്നതും. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണവാർത്ത. സാഡി അല്പം ദുഃഖിതയായി. ഫോൺ വിളിച്ചിരുന്ന വ്യക്തി സാഡിയോട് നീ അടുത്തുള്ളൊരു മാർക്കറ്റിലേക്കോ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്കോ തിരിയാനും ഒന്ന് ആശ്വസിക്കാനും പറഞ്ഞു. കഥ അവിടെ നിന്നും വാഷിംഗ്ടൺ DC-യിലെ ഫാർമേഴ്സ് മാർക്കറ്റിലേക്ക് തിരിയുന്നു. അവിടായിരുന്നു കോൾ ടർണർ എന്ന വ്യക്തി ഉണ്ടായിരുന്നത്. കോൾ ആയിടെ ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ച ഒരു വ്യക്തിയാണ്. അന്ന് മാർക്കറ്റിൽ വന്ന് ഒരു പൂക്കട നടത്തുന്ന തന്റെ സുഹൃത്തുമായി കോൾ തന്റെ ആ വേദനകളും പരിഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്തു. അവരാണെങ്കിലോ അത് പരദൂഷണം പോലെ ഒന്ന് പറഞ്ഞു നടക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ കോളിനടുക്കൽ തന്റെ കടയൊന്ന് നോക്കിക്കോ, താനൊന്ന് പുകച്ചിട്ട് വരാം എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് മാറി. കോൾ അങ്ങനെ അവരുടെ കട നോക്കാൻ തുടങ്ങി. ആ സമയമാണ് അങ്ങോട്ടേക്ക് പൂവാങ്ങാൻ എന്ന മട്ടിൽ സാഡി കടന്നു വരുന്നത്. സാഡി മനോഹരമായ ഒരു ചെടി വാങ്ങി. ചെടി പാക്ക് ചെയ്യുന്ന സമയത്താണ് സാഡി പറഞ്ഞത്, ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് ഈ ചെടിക്ക് എപ്പോഴും വെള്ളമൊഴിക്കാനും പറ്റില്ല. അത് കോളിനത്ര രസിച്ചില്ല. നിങ്ങൾ ഈ ചെടിയെ കൊല്ലം കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് ഇത് വിൽക്കാൻ പറ്റില്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. കോളിനെ ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറെ ജീവനാണ്. അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യുവാവാണ് അവൻ. അങ്ങനെ അതിന്റെ പേരിൽ ചെടി വിൽക്കാൻ പറ്റില്ല എന്ന് കോൾ പറഞ്ഞതും അത് സാഡിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവർ തമ്മിൽ അവിടെ വെച്ചൊരു ആർഗ്യുമെന്റ് ഉടലെടുക്കുകയാണ്. ആ സമയമാണ് കടയുടമയായ സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത്. കോളിനെ മാറ്റി നിർത്തി സാഡിക്ക് അവർ ആ ചെടി വിറ്റു. സാഡി അവിടെ നിന്ന് മാറിയതും ആ പെണ്ണ് കൊള്ളാലോ, അവളെ ഒരു കോഫി ഡേറ്റിനൊക്കെ ക്ഷണിച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഡി കോളിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് സാഡിക്ക് പിന്നാലെ പറഞ്ഞയക്കുകയാണ്. സാഡി എപ്പോഴേക്കും കാറിൽ കയറിയിരുന്നു. കോൾ അങ്ങോട്ടേക്ക് എത്തി. സാഡിക്കടുത്ത് അല്പം മടിയോടെയെങ്കിലും കോള് ഒരു കോഫി ഡേറ്റിന് ക്ഷണിച്ചു. കൂട്ടത്തിൽ ആർഗ്യുമെന്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. കുറച്ചു മുമ്പ് വഴക്കുണ്ടാക്കിയ ആളാണ് വന്നിട്ട് കോഫി ഡേറ്റിന് ക്ഷണിക്കുന്നത്. സാഡി ആദ്യം ഒന്നും അടിച്ചു. കോൾ തിരികെ പോവാൻ തുടങ്ങിയപ്പോഴോ സാഡി തന്നെ കോളിനെ വിളിച്ചു. ഒരു കോഫി കുടിക്കാൻ പോവാം എന്ന മട്ടിൽ അവനോടായി പറഞ്ഞു. എന്തായാലും രണ്ടുപേരും കൂടി അവിടെ നിന്നെന്ന് മനോഹരമായ ആ പ്രദേശത്തെ കുറച്ചിടങ്ങളിലേക്ക് പോയി. ഒന്നിച്ച് കോഫി കുടിച്ച് കുറേയധികം സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്ന കൂട്ടത്തിൽ താനൊരു ആർട്ട് ക്യൂറേറ്ററാണ്, അതായത് പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് ജോലി നോക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ലോകം മൊത്തം ചുറ്റേണ്ടി വരാറുണ്ട്, അതുകൊണ്ടാണ് പ്ലാന്റിന് വെള്ളം ഒഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് എന്ന തരത്തിൽ സാഡി വിശദീകരിച്ചു. കോളും തന്നെ പറ്റി പറഞ്ഞു, എനിക്ക് ചെടികളെ പറ്റിയും ഫാമിങ്ങിനെ പറ്റിയും ഒക്കെ വലിയ താല്പര്യമാണ്. ചെടികളെ പറ്റിയൊക്കെ വിശദമായ ഒരു ഗ്രന്ഥം തന്നെ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു കർഷകനാണ്. അവരുടെ സംസാരം ഹൊറർ സിനിമകളിലേക്കൊക്കെ തിരിഞ്ഞു. കോള് ഹൊറർ സിനിമകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ സാഡി വളരെ കൂളായി പറഞ്ഞു, ഹൊറർ സിനിമകളൊന്നും എന്നെ ഇപ്പൊ ഭയപ്പെടുത്താറേയില്ല, അങ്ങനെ ഒന്നും കണ്ട് ഭയപ്പെടരുത് എന്ന് പ്രാക്ടീസ് ചെയ്ത് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നാലെ അവൾ അവളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറഞ്ഞു. കുട്ടിക്കാലത്ത് അമ്മയ്ക്കും എനിക്കും ഒരു ചങ്ങാടത്തിൽ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഏറെ സാഹസികമായ യാത്രയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഏവരും ഭയചകിതരായെങ്കിലും എന്റെ അമ്മ മാത്രം ഭയപ്പെട്ടില്ല. അന്നത്തെ അമ്മയുടെ നിശ്ചയദാർഢ്യം മൂലമായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിച്ചത്. എന്റെ അമ്മ ഒരു സ്ട്രോങ് വുമൺ ആയിരുന്നു. അത് കണ്ട ഞാൻ പഠിച്ചത്. ഞാനും ധൈര്യശാലിയായി മാറിയത്. തനിക്കിപ്പോ മറ്റാരുമില്ലെന്നും തനിക്കൊരു കൂട്ടാവശ്യമാണെന്നും അവള് പിന്നീട് അവനോട് പറയുകയും ചെയ്തു. ജോലിയുടെ ഭാഗമായി എനിക്കെപ്പോഴും പലയിടത്തേക്കായി പോകേണ്ടി വരുമെന്നും അതൊക്കെ മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ആളായിരിക്കണം എന്റെ പാർട്ട്ണറായി വരേണ്ടത് എന്നും അവൾ വ്യക്തമാക്കി. കോളിന് സാഡിയോട് ഒരുപാട് താല്പര്യം തോന്നിയിരുന്നു. താൻ അവളുടെ കൂടെ ഉണ്ടാകും എന്ന ആ നിമിഷം അവൻ പറയുന്നുണ്ട്. എന്തായാലും അവളെ അവളുടെ ഇടത്താക്കി അവിടെ നിന്ന് പോരാൻ കോൾ ശ്രമിച്ചു. ആ നേരത്ത് സാഡി കോളിനെ അകത്തേക്ക് വിളിക്കുകയാണ്. അന്ന് രാത്രി അവരിരുവരും ഒന്നിച്ചായിരുന്നു ചിലവഴിച്ചത്. എന്തായാലും അടുത്ത ദിവസം പുലർച്ചെ ഏറെ സന്തോഷത്തോടെ തനിക്കൊരു കാമുകിയെ കിട്ടിയ നിർവൃതിയോടെ കോൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിലെത്തി ഏറെ ആവേശത്തോടെ സാഡിയെ പറ്റിയും മറ്റു കാര്യങ്ങളും അവൻ വിശദീകരിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴേ അവന്റെ പെങ്ങള് പറയുന്നുണ്ട്, ചേട്ടൻ ഇതൊക്കെ പറയും, പക്ഷെ ചേട്ടന്റെ സ്വഭാവം ഞങ്ങൾക്കറിയാമല്ലോ, ഇതും കുറച്ചു കഴിയുമ്പോൾ മടുത്ത് വിട്ടുകളയും. കോൾ പക്ഷെ അങ്ങനായിരുന്നില്ല. പിന്നീട് അവൻ സാഡിയെ നിരവധി തവണ മെസ്സേജ് അയച്ചും മറ്റും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സാഡിയാകട്ടെ അവന്റെ മെസ്സേജുകളോട് പ്രതികരിക്കുന്നേയുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ കോൾ ഇതിനെപ്പറ്റി വീട്ടുകാരോടും പെങ്ങളോടുമൊക്കെ പറഞ്ഞപ്പോ അത് വലിയ പ്രേതമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കോളിന്റെ സഹോദരി അവനെ കളിയാക്കുന്ന പോലുമുണ്ട്. ആ ഒരു സമയത്താണ് തന്റെ ഇൻഹേലർ സാഡിയുടെ ബാഗിൽ മറന്നുവെച്ച കാര്യം കോൾ ആലോചിക്കുന്നത്. അത് ട്രാക്കിംഗ് ഒക്കെയുള്ള ഒരു നൂതന ഇൻഹേലർ ആണ്. അവനത് ട്രാക്ക് ചെയ്തപ്പോഴോ സാഡി ഇപ്പോൾ ഉള്ളത് ലണ്ടനിലാണ് എന്ന് കോൾ തിരിച്ചറിയുകയാണ്. അവന് വലിയ ആവേശമായി. ലണ്ടനിലേക്ക് പോയി വളരെ വലിയൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് സാഡിക്ക് മുമ്പിലേക്ക് ചെല്ലാൻ കോൾ അങ്ങ് തീരുമാനിച്ചു. അവിടെ എത്തി അവളെ കാണുമ്പോ അവൾക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കണോട്ടോ എന്നായിരുന്നു
കോളിന്റെ അച്ഛൻ അവനോട് പറഞ്ഞത്. ഇതേസമയം സഹോദരിയാണെങ്കിൽ ചേട്ടൻ പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ചെന്ന് അവളെ കണ്ടെത്താൻ പറ്റുമൊന്നുമില്ല എന്ന മട്ടിലായിരുന്നു കളിയാക്കിയത്. എന്തായാലും ലണ്ടനിലേക്ക് പോവാനും അവൾക്ക് സർപ്രൈസ് കൊടുത്ത് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ മുമ്പിലെത്താനും കോളങ്ങ് തീരുമാനിച്ചു. കോളങ്ങനെ ലണ്ടനിൽ എത്തിച്ചേർന്നു. സാഡിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തപ്പോൾ അല്പം ഇരുട്ട് പിടിച്ചൊരിടത്തായിരുന്നു ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്നത്. കോൾ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അവിടെ എത്തിയതും കുറച്ചുപേർ കോളിനെ ചുറ്റിവളയുകയാണ്. പ്രശ്നക്കാരെന്ന് തോന്നിച്ചവർ ഉടനടി കോളിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കിക്കിടത്തി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. കണ്ണു തുറക്കുമ്പോൾ കോൾ പാകിസ്ഥാനിലെ ഒരു രഹസ്യ താവളത്തിലായിരുന്നു. തട്ടിക്കൊണ്ടുവന്നവർ നീയല്ലേ ടാക്സ്മാൻ എന്ന് ചോദിച്ച് കോളിനെ ഭീഷണിപ്പെടുത്താനും ചോദ്യം ചെയ്യാനും ഒക്കെ തുടങ്ങി. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു ബയോ വെപ്പന്റെ കോഡായിരുന്നു. ആ രഹസ്യ കോഡ് തരാൻ പറഞ്ഞ് അവർ കോളിനെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. പാവം കോളാണെങ്കിൽ ഞാൻ ടാക്സ്മാൻ ഒന്നുമല്ല, വെറുമൊരു കർഷകൻ മാത്രമാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷേ തട്ടിക്കൊണ്ടു വന്നവർ അതൊക്കെ വിശ്വസിക്കുമോ? അവർ പൂർണ്ണമായും കോളാണ് ടാക്സ്മാൻ, ഒരു രഹസ്യ സീക്രട്ട് ഏജന്റ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അവർ കൂടുതലായി കോളിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ചും ഒരു ജീവിയെ വെച്ച് കോളിനെ ഉപദ്രവിച്ച് വെപ്പന്റെ കോഡ് നേടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവരങ്ങനെ ക്രൂരമായി കോളിനെ ഉപദ്രവിക്കാൻ കടക്കുന്ന ആ നിമിഷത്തേക്ക് അങ്ങോട്ടേക്ക് ഒരു ഏജന്റ് കടന്നു വന്നു. കോളിനെ തട്ടിക്കൊണ്ടുവന്നവരുമായി ഏറ്റുമുട്ടി അവരെ വകവരുത്തി. പിന്നാലെ അവൾ മുഖം മൂടി മാറ്റിയപ്പോൾ കോളിന് ആളെ മനസ്സിലായി. അത് സാഡിയായിരുന്നു. ആ സമയത്താണ് അത് വ്യക്തമാകുന്നത്. സാഡി CIA ഒരു സീക്രട്ട് ഏജന്റ് ആണ്. ടാക്സ്മാൻ എന്ന പേരിലാണ് അവൾ അറിയപ്പെടുന്നത് പോലും. ലെജൻഡറി സീക്രട്ട് ഏജന്റ്. അവിടെ നിന്നും പുറത്തേക്ക് വന്നവർ സാഡി വന്ന ജീപ്പെടുത്ത് രക്ഷപ്പെട്ടു പോവാനായിരുന്നു പദ്ധതിയിട്ടത്. പക്ഷെ അപ്പോഴേക്കും സുരക്ഷാ സേനയും പ്രശ്നക്കാരുടെ ആളുകളും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ അവർ വെച്ചിരുന്ന ജീപ്പ് അവർ തകർത്തു കളഞ്ഞു. അതോടെ കോളിനും സാഡിക്കും അതുവഴി വന്ന ഒരു ട്രാവലിംഗ് ബസ് തടഞ്ഞു നിർത്തി അതിൽ കയറി രക്ഷപ്പെടേണ്ടുന്ന അവസ്ഥ വരികയാണ്. പിന്നെ നടന്നത് മലഞ്ചെരുവിൽ വളരെ വലിയൊരു ചേസിങ്ങും ഷൂട്ടൌട്ടും ഒക്കെയായിരുന്നു. അത്ര എളുപ്പമുള്ള ഒന്നേയായിരുന്നില്ല അത്. കോൾ വല്ലാതെ ഭയന്നിരുന്നു. സുരക്ഷാ സേന അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും നീണ്ട നേരത്തെ ഏറ്റുമുട്ടലിലൂടെ അവരെയൊക്കെ അതിജീവിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ഇരുവർക്കും കഴിഞ്ഞു. ഇതേസമയം കഥ അവിടെ നിന്നും ലെവക് എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് വ്യക്തിയിലേക്ക് തിരിയുന്നു. ലെവക് ആയിരുന്നു ഈ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഗൂഢാലോചനാ തലവൻ. ലെവക്കിന്റെ കയ്യിൽ അയാൾ മോഷ്ടിച്ചെടുത്ത ഒരു ബയോ വെപ്പൺ ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ ആസ്റ്റക് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പാസ്കോഡ് ടാക്സ്മാൻ അറിയാം എന്നയാൾ വിശ്വസിച്ചിരുന്നു. ടാക്സ്മാനെ പിടികൂടി ആ പാസ്കോഡ് വീണ്ടെടുക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. കോളാണ് ടാക്സ്മാൻ എന്ന് തെറ്റിദ്ധരിച്ച ലെവക് കോളിനെ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് 1 മില്യൺ ബൗണ്ടി നൽകും എന്ന് പ്രഖ്യാപിച്ചു. ഇതേസമയം മറുവശത്ത് കോളും സാഡിയുമാകട്ടെ മംഗോള എന്ന് പറഞ്ഞ ഒരിടത്തേക്ക് എത്തിയിരുന്നു. അവിടെ ചെറിയ സ്വാധീനമൊക്കെയുള്ള മാർക്കോ എന്നൊരു വ്യക്തിയെ സാഡി ചെന്ന് കാണുകയാണ്. കണ്ട് മുട്ടിയ ഉടനെ തന്നെ മാർക്കോ സാഡിയെ ചുംബിച്ചു. പിന്നീട് സാഡിയും മാർക്കോയും ചേർന്ന് അതീവ പ്രഹരശേഷിയുള്ള ആസ്റ്റക് എന്ന ആ ബയോ വെപ്പണെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. താൻ ആ ഗുഹയിലേക്ക് ചെന്നത് ആസ്റ്റക് കൈവശപ്പെടുത്താനായിരുന്നെന്നും അല്ലാതെ കോളിന് വേണ്ടി ആയിരുന്നില്ല എന്നും ആ സമയം അവൾ വെളിപ്പെടുത്തി. അക്ഷരാർത്ഥത്തിൽ അത് കേട്ട് കോളൊന്ന് ഞെട്ടുന്നുണ്ട്. സാഡി മാർക്കോയോട് പറഞ്ഞു, കോളിനെ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് കയറ്റിവിടണം. നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോവുകയാണ്. അങ്ങനെ സാഡി മാർക്കോക്കെടുക്കൽ കോളിനെയാക്കി പോവാൻ തുടങ്ങി. ഈ സമയം മാർക്കോ കോളിനോട് പറഞ്ഞു, ഞങ്ങൾ മുമ്പ് ഡേറ്റ് ചെയ്തിരുന്നു. അവളെ വിശ്വസിക്കാനേ പറ്റിയില്ല. അവളുടെ മിഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. അവൾക്ക് ഈ റിലേഷൻഷിപ്പിലൊന്നും വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. സാഡി പോകുന്ന സമയത്ത് ഇനി ഒരിക്കലും തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് കോളിനോട് പറയുകയും ചെയ്തിരുന്നു. കോളാണെങ്കിൽ ചെറിയ തോതിൽ ദുഃഖിതനായി. എന്തായാലും മാർക്കോക്കൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കോൾ എഴുന്നേറ്റു. അവര് മുമ്പോട്ട് നടക്കുമ്പോ പെട്ടെന്ന് മാർക്കോയെ ചിലർ ചേർന്ന് വെടിവെച്ചു കൊല്ലുകയാണ്. അവിടെ എത്തിയിരുന്നത് കോളിനെ പിടികൂടാനെത്തിയ ബൗണ്ടി ഹണ്ടേഴ്സ് ആയിരുന്നു. സാഡിയും അയാളുടെ തോക്കിൻ മുനയിലായി. ഇരുവരെയും ഈവെന്ന് പറയുന്ന അയാൾ പിടിച്ച് കൊണ്ടുപോകാൻ ആരംഭിച്ചു. അയാൾ അങ്ങനെ അവരുമായി കുറച്ച് മുമ്പോട്ട് പോകുമ്പോ ലിയോപാഡ് എന്നു പേരുള്ള മറ്റൊരു ബൗണ്ടി ഹണ്ടർ വന്നു. ലിയോപാഡ് ഗ്രാൻഡ്സണിനെ വകവരുത്തി അവരുമായി പോവാൻ തുടങ്ങി. കാറിൽ കയറി. അപ്പോഴതാ അടുത്ത ബൗണ്ടി ഹണ്ടർ ലയൺ എന്ന് വിളിപ്പേരുള്ള വ്യക്തി ലിയോപാഡിനെ വകവരുത്തുന്നു. പിന്നാലെ അവരുമായി മുമ്പോട്ട് പോവാൻ തുടങ്ങി. ഭാഗ്യവശാൽ ലയൺ വണ്ടിയിടിച്ചു കൊല്ലപ്പെട്ടു. അതോടെ സാഡിക്ക്
സാഡിക്കും കോളിനും രക്ഷപ്പെട്ടു പോരാൻ പറ്റുകയാണ്. പോകുന്ന വഴിയിൽ സാഡി കോളിനോട് സംസാരിച്ചു. കോള് ചോദിച്ചു. അവര് തുടർച്ചയായി ഒരു പാസ്കോഡ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിലൊന്നും മനസ്സിലായതുപോലുമില്ല. പെട്ടെന്നാണ് സാഡിക്ക് കാര്യം മനസ്സിലാകുന്നത്. ആസ്റ്റക്കിന്റെ പാസ്വേഡ് അവരുടെ പക്കലില്ല. അതില്ലാത്തിടത്തോളം അവർക്കത് പ്രവർത്തിക്കാനും പറ്റില്ല. ആ പാസ്വേഡിന് വേണ്ടിയാണ് അവർ തന്നെ പിടിക്കാൻ ശ്രമിക്കുന്നത്. പിന്നാലെ സാഡി കോളിനോട് ആ രഹസ്യം വെളിപ്പെടുത്തി. കഥയുടെ തുടക്കത്തിൽ സാഡിയുടെ സഹപ്രവർത്തക കൊല്ലപ്പെട്ട വിവരം അവൾ അറിയുന്നുണ്ടല്ലോ. യാഥാർത്ഥ്യത്തിൽ ആ സഹപ്രവർത്തകയെ കൊന്നത് സാഡി തന്നെയായിരുന്നു. കാര്യം എന്തെന്നാൽ അവൾ ആ പാസ്വേഡ് കണ്ടെത്താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ ശത്രുക്കൾക്കൊപ്പം പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് സാഡി അവളെ കൊലപ്പെടുത്തിയത്. കോൾ അതൊക്കെ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു. സാഡി പിന്നാലെ കോളിന് ഒരൊറ്റ ഇടി കൊടുത്തു. കോൾ അബോധാവസ്ഥയിലായി. ബോധം തെളിയുമ്പോൾ അവൻ കണ്ടത് സാഡി തന്നെ താനാണ് ടാക്സ്മാൻ എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് കൈമാറുന്നതായിരുന്നു. ബൗണ്ടി ഹണ്ടർ പോലായിരുന്നു സാഡി അവരുടെ അടുത്തെത്തിയിരുന്നത്. ഈ സമയം ആസ്റ്റക്കുമായി യഥാർത്ഥ ക്രിമിനൽ സംഘം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തന്റെ $1 മില്യൺ എവിടെ എന്ന് സാഡി അവരോട് ചോദിച്ചു. നിങ്ങളിപ്പോൾ ഈ വിമാനത്തിൽ കയറണമെന്നും പാസ്കോഡ് കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ പണം കിട്ടുമെന്നുമായിരുന്നു അവൾക്ക് ലഭിച്ച മറുപടി. അങ്ങനെ അവിടെ നിന്ന് പോവാൻ പറ്റില്ലല്ലോ. സാഡി അങ്ങനെ ആ വിമാനത്തിൽ കയറി. കോൾ ബന്ധനാവസ്ഥയിൽ വിമാനത്തിലേക്ക് കയറ്റപ്പെട്ടിരുന്നു. അന്ന് പക്ഷേ വിമാനത്തിലേക്ക് ലെവക്ക് കയറിയതേയില്ല. തന്റെ വലം കൈയായ വാഗ്നറിയായിരുന്നു പാസ്കോഡ് വീണ്ടെടുക്കുന്ന ജോലി ലെവക്ക് ഏൽപ്പിച്ചത്. അവരെല്ലാവരും കയറിയപ്പോൾ ലെവക്ക് തന്റെ വലം കൈയായ വ്യക്തിക്ക് ഒരു നിർദ്ദേശവും കൊടുത്തു. പാസ്വേഡ് കിട്ടിയാൽ രണ്ടിനെയും അങ്ങ് തീർത്തു കളഞ്ഞേരെ. അങ്ങനെ വാഗ്നർ എല്ലാ ദൗത്യവും ഏറ്റെടുത്ത് വിമാനത്തിൽ അവരുമായി പുറപ്പെടാനൊരുങ്ങി. വിമാനത്തിൽ വെച്ച് കോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ സമയമാണ് വാഗ്നർ കോളിന്റെ ഫോൺ പരിശോധിച്ചത്. അതിൽ കോൾ എടുത്ത ഒരു സെൽഫി വാഗ്നർ നോക്കി കണ്ടു. സാഡി കിടക്കുന്ന സമയത്ത് അടുത്തുനിന്ന് കോൾ പകർത്തിയ അവരുടെ സെൽഫി ആയിരുന്നു അത്. അത് കണ്ടതും ഇരുവരും അടുപ്പത്തിലുള്ള വ്യക്തികളാണ് എന്ന കാര്യം വാഗ്നർക്ക് മനസ്സിലായി. തന്റെ പ്ലാൻ മുഴുവൻ പൊളിയുകയാണല്ലോ എന്നോർത്ത സാഡിയും ഒരു നിമിഷം വല്ലാതായിരുന്നു. കോളിനോടും അവൾക്ക് ചെറിയൊരു ദേഷ്യം തോന്നി. ആസ്റ്റക്കിന്റെ പാസ്വേഡ് ഉടനടി അവർ സാഡിയോടും കോളിനോടും ചോദിക്കാൻ തുടങ്ങി. ഇനി നോക്കിയിട്ട് കാര്യമില്ലെന്ന് കണ്ടതും സാഡി അവിടെ ആക്രമണം തുടങ്ങുകയാണ്. ആക്രമണത്തിനിടയിൽ സാഡിക്ക് കുത്തേറ്റിരുന്നു. എന്നിരുന്നാലും ഇരുവരും ചേർന്ന് അക്രമകാരികളെ മുഴുവൻ വകവരുത്തി. വിമാനത്തിലുണ്ടായിരുന്ന ഒരു പാരച്യൂട്ട് എടുത്ത് കോൾ ധരിച്ചു. സാഡിയെയും കൊണ്ട് അവൻ പുറത്തേക്ക് എടുത്തു ചാടി. അവർ ലാൻഡ് ചെയ്തത് ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്കായിരുന്നു. വീണ പാരച്യൂട്ട് കൊണ്ട് കോൾ ഒരു തരത്തിൽ ഒരു ടെന്റ് ഉണ്ടാക്കി കുത്തേറ്റ സാഡിയെ അവിടെ കിടത്തി. പിന്നാലെ അവിടെ മുഴുവൻ നോക്കി ചെടികളിലുള്ള തന്റെ അറിവുപയോഗിച്ച് കുറെ പച്ചിലമരുന്നുകൾ കണ്ടെത്തി അതുപയോഗിച്ച് സാഡിയുടെ മുറിവ് ട്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പാരച്യൂട്ട് വെച്ച് എടുത്തു ചാടുമ്പോൾ ആസ്റ്റക് എന്ന ആയുധവും അവരുടെ പക്കൽ കിട്ടിയിരുന്നു. പക്ഷേ അടുത്ത ദിവസം പുലർച്ചെ വാഗ്നറും സംഘവും അവരെ ആക്രമിക്കാൻ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തെത്തുകയാണ്. അതിനോടകം CIA അവളുടെ ലൊക്കേഷനും ട്രാക്ക് ചെയ്തിരുന്നു. US മറൈൻ സംഘവും അങ്ങോട്ടേക്ക് എത്തി. രണ്ട് സംഘവും ഏറ്റുമുട്ടൽ നടത്തിയെങ്കിലും ഇതിനിടയിൽ വാഗ്നർ വിദഗ്ധമായി ആസ്റ്റക്കിന്റെ ബോക്സ് കൈക്കലാക്കി രക്ഷപ്പെട്ടിരുന്നു. എന്തായാലും കോളും സാഡിയും CIA ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കപ്പെട്ടു. അവിടെ വെച്ച് ഇരുവരും ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോളിനെ രക്ഷപ്പെടുത്താൻ താൻ ശ്രമിച്ചതുകൊണ്ടാണ് ആസ്റ്റക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ സാഡി അസ്വസ്ഥയാവുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നുണയാണ് എന്ന മട്ടിൽ ലേ ഡിറ്റക്ടർ ചൂണ്ടിക്കാണിച്ചു. സാഡിയും കോളും തമ്മിൽ അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടാവുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ളത് സ്നേഹത്തിന്റെ പുറത്തുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യവും അവിടുത്തെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. ഇതിനിടയിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ സാഡിയുമായി സംസാരിച്ചു. ആസ്റ്റക്ക് നഷ്ടപ്പെടുത്തിയതിന് നിന്റെ ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്നവർ അവളെ അറിയിച്ചു. ഇതേസമയം മറ്റൊരു CIA ഉദ്യോഗസ്ഥൻ കോളുമായി സംസാരിക്കുകയാണ്. സാഡി ചെയ്ത കൊലപാതകങ്ങളുടെ ചിത്രമൊക്കെ കാണിച്ച് സാഡി എത്രത്തോളം ക്രൂരിയായ ഒരു വ്യക്തിയാണെന്നും അവൾ ചെയ്ത പ്രവൃത്തികളുമൊക്കെ അയാൾ എണ്ണി പറഞ്ഞു. കോളാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുമുണ്ട്. ഫോട്ടോസ് കാണുന്ന സമയത്ത് കോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. പാസ്കോഡ് അറിയാവുന്ന തന്റെ ഒരു സഹപ്രവർത്തകയെ സാഡി മുമ്പ് കൊന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അത്. ആ പ്ലാന്റ് ശ്രദ്ധിച്ചതും ആ പ്ലാന്റിലാണ് ആസ്റ്റക്കിന്റെ പാസ്വേഡ് രഹസ്യമായി ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് സസ്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നവന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. അക്കാര്യം അവൻ CIA ഉദ്യോഗസ്ഥരോട് വിശദമായി പറഞ്ഞുകൊടുത്തു. എത്രയും വേഗം ആ പ്ലാന്റ് അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ്ടെടുക്കണം എന്നും ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ സാഡി ടാക്സ്മാനായി അഭിനയിക്കാൻ പോകുന്ന കോളിന്റെ നീക്കത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിന്റെ ജീവന് തന്നെ ഭീഷണിയാകും എന്നൊക്കെ സാഡി അവനോട് പറഞ്ഞെങ്കിലും തന്റെ കുടുംബത്തെ ഏറ്റവും വലുതായി കണ്ടിരുന്ന കോളിന് അതൊന്നും വിഷയമായിരുന്നില്ല. കൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെടട്ടെ എന്ന ഭാവമായിരുന്നു. കുടുംബത്തിനൊന്നും പറ്റരുത് എന്നേ അവൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്തായാലും കോളിന്റെ സഹായത്തോടെ ആസ്റ്റക്കിന്റെ പാസ്വേഡ് CIAക്ക് ലഭിച്ചു. ഇതേസമയം മറുവശത്ത് ആസ്റ്റക്കിനും പാസ്വേഡിനുമായി ലെവക്കിനെ നിയോഗിച്ചിരുന്ന മാഫിയ തലവൻ ഉറ്റാമി എന്ന വ്യക്തി ലെവക്കിനെ വന്നു കാണുകയാണ്. തനിക്ക് എത്രയും വേഗത്തിൽ ആസ്റ്റക്കും പാസ്വേഡും വേണമെന്നും ഇല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് ലെവക്കിനെ അയാൾ ഭീഷണിപ്പെടുത്തി. ഇതേസമയം ടാക്സ്മാനായി തെറ്റിദ്ധരിച്ച കോളുമായി ലെവക്ക് ഒരു ഡീലുണ്ടാക്കിയിരുന്നു. അന്നൊരു മാളിലെ
സ്പിന്നിംഗ് റെസ്റ്റോറന്റിൽ വെച്ച് നേരിട്ട് മീറ്റ് ചെയ്യാം എന്നായിരുന്നു അവർ തമ്മിൽ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ആ മീറ്റിംഗിലേക്ക് ഉറ്റാമിയും ലവക്കും വാഗ്നറും അടങ്ങുന്ന സംഘവും മറുവശത്ത് പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കോളും വന്നെത്തുകയാണ്. കോളിന് ടാക്സ്മാൻ ആയിട്ടാണല്ലോ അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. റെസ്റ്റോറന്റിൽ വെച്ച് പരസ്പരം കണ്ട് അവർ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. കോളിന് കാര്യം ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ സാഡി എന്തായാലും തന്നെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് വരും എന്നവൻ പ്രതീക്ഷിച്ചിരുന്നു. ലവക്കും സംഘവും ആസ്തക്കെടുത്ത് മുമ്പിലേക്ക് വെച്ചു. പാസ്വേഡ് പറഞ്ഞ് ഇത് തുറന്നാൽ നിനക്കുടൻ പോവാമെന്നും വലിയ പ്രതിഫലം കിട്ടും എന്നും ലവക്ക് പറഞ്ഞപ്പോൾ ആദ്യം പ്രതിഫലം, എനിക്ക് ഈ ബിൽഡിംഗിൽ നിന്ന് പോകുമ്പോൾ താൻ അത് സമ്പന്നനായിരിക്കണം എന്ന മട്ടിൽ ടാക്സ്മാൻ ഒരു രാജ്യദ്രോഹിയെ പോലെ സംസാരിച്ചു. പക്ഷെ അങ്ങനെ അവിടെ വെച്ച് തന്നെ പണം കൊടുക്കാൻ ലവക്കിനൽപ്പം ഭയമുണ്ടായിരുന്നു. പിന്നാലെയാണ് സാഡി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവിടെ വന്നിരുന്ന സാഡി യഥാർത്ഥ ടാക്സ്മാൻ താനാണ് എന്ന കാര്യം അവരോടായി വെളിപ്പെടുത്തി. നിങ്ങൾ ഓഫർ ചെയ്യുന്ന പണം തനിക്കാണ് തരേണ്ടത് എന്നും സാഡി പറഞ്ഞു. ആദ്യമതാ ക്രിമിനലുകൾക്ക് കുറച്ച് സംശയമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ സാഡി ആസ്തക്കിന്റെ ബ്രീഫ് കേസ് തനിക്കറിയുന്ന പാസ്വേഡ് ഉപയോഗിച്ച് തുറന്നുകൊടുത്തതും അവരുടെ ആ സംശയം മാറി. ഉത്താമി ആണെങ്കിൽ ഉടനടി $10 മില്യൺ അവളുടെ അക്കൗണ്ടിലേക്കും കൈമാറി. പിന്നാലെ ലവക്ക് അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ലവക്കിനെ ഒരുപാട് ബൗണ്ടി ഹണ്ടേഴ്സ് ചുറ്റി വളഞ്ഞിരിക്കുന്നു എന്ന കാര്യം ലവക്ക് തിരിച്ചറിഞ്ഞു. സംഭവം എന്തെന്നാൽ തന്റെ കയ്യിൽ $10 മില്യൺ വന്നതും അത് മുഴുവനായും ലവക്കിന്റെ തലയ്ക്ക് ബൗണ്ടിയായി സാഡി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ലവക്കിനെ കൊല്ലാൻ വേണ്ടി ബൗണ്ടിക്കായി ചുറ്റി വളയുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ഷൂട്ടൌട്ടും പ്രശ്നങ്ങളും അരങ്ങേറി. ഇതിനിടയിൽ ആസ്റ്റക്ക് കൈക്കലാക്കി കോളുമായി സാഡി മറഞ്ഞിരുന്നു. പിന്നെ നടന്നത് കനത്ത ഏറ്റുമുട്ടലായിരുന്നു. മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി പ്രശ്നമായത് കണ്ട് ഉത്താമി തന്നെ പുറത്ത് രക്ഷപ്പെടുത്തിയെത്തിക്കാൻ ലവക്കിനോട് ആവശ്യപ്പെട്ടു. ലവക്ക് ഒട്ടും മടിച്ചില്ല. ഉത്താമി ജീവിച്ചാൽ തനിക്കാണ് അപകടമെന്ന് മനസ്സിലാക്കി ഉത്താമിയെ വെടിവെച്ചു കൊന്നുകളഞ്ഞു. ഇതിനിടയിൽ ആ സ്പിന്നിംഗ് റെസ്റ്റോറന്റിന്റെ മെഷീൻ കേടായതും സ്പിന്നിംഗ് റെസ്റ്റോറന്റ് വളരെയധികം വേഗത്തിൽ കറങ്ങാൻ ആരംഭിച്ചു. ഈ സമയം സാഡിയും ലവക്കും കനത്ത പോരാട്ടത്തിലായിരുന്നു. ലവക്ക് സാഡിയെ ആക്രമിക്കുന്ന കണ്ടതും അങ്ങോട്ടേക്ക് കടന്നു വന്നപ്പോൾ ലവക്കിനെ അടിക്കാൻ തുടങ്ങി. ഈ അവസരത്തിൽ ആസ്റ്റക്കുമായി ലവക്ക് രക്ഷപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കിയ സാഡി ഒട്ടും മടിച്ചില്ല. സീലിംഗിലേക്ക് വെടിയുതിർത്തു. സീലിംഗിൽ നിന്ന് പൊട്ടിവീണ സാധനം ലവക്കിന്റെ ദേഹത്ത് പതിച്ചു. ലവക്കാകെ ചതന്നറിന് കൊല്ലപ്പെട്ടു. തെറിച്ചു വീണ ആസ്റ്റക്ക് സുരക്ഷിതമായി സാഡിയുടെ കൈകളിലെത്തി. കോളും സാഡിയും സുരക്ഷിതരായിരുന്നു. നീ ഈ കറുത്ത വസ്ത്രത്തിൽ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് കോൾ ആ അപകടം പിടിച്ച സമയത്തും സാഡിയോട് പറയുകയാണ്. സാഡി കോളിനെ ചുംബിച്ചു. ഇരുവരുടെയും പ്രണയം വീണ്ടും പൂത്തുലയുകയായിരുന്നു. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം കോളും സാഡിയും രക്ഷപ്പെട്ടു. ഇരുവരും കോളിന്റെ വീട്ടിലെത്തി. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. കോളിന്റെ കുടുംബത്തിന് സാഡി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. സാഡിക്ക് അവരെയും. സാഡി അങ്ങനെ കോളിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം സാഡിയും കോളും റിലേഷൻഷിപ്പിലാണ്. ഒപ്പം അവരൊന്നിച്ച് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുന്നു. സാഡിയുടെ മിഷൻസിൽ പങ്കാളിയായി ഇപ്പോൾ കോളുമുണ്ട്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.